ചരിത്രത്തിന്റെ താളുകളിൽ അത്ഭുതങ്ങൾ കൊണ്ടും അചഞ്ചലമായ വിശ്വാസം കൊണ്ടും ദൈവത്തിന്റെ ശബ്ദമായി മാറിയ ഒരു പ്രവാചകനുണ്ട്. ഇസ്രയേലിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച, രാജാക്കന്മാരെ വിറപ്പിച്ച, ആകാശത്തിൽ നിന്നും അഗ്നി ഇറക്കിയ ദൈവപുരുഷൻ ഏലിയ പ്രവാചകൻ. എന്റെ ദൈവം യഹോവയാകുന്നു എന്നാണ് ഏലിയ എന്ന പേരിന്റെ അർത്ഥം. തന്റെ പേര് അന്വർത്ഥമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും. ക്രിസ്തുവിന് മുൻപ് 9-ാം നൂറ്റാണ്ടിലാണ് ഏലിയ ജീവിച്ചിരുന്നത്. ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ളവനായിരുന്നു അദ്ദേഹം. ഇസ്രയേൽ രാജ്യം ആത്മീയമായും ധാർമ്മികമായും ഏറ്റവും തകർച്ചയിലായിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അത്. ഒമ്നിയുടെ മകനായ ആഹാബ് രാജാവ് ഇസ്രയേൽ ഭരിച്ചിരുന്ന സമയം. അവൻ തന്റെ മുൻഗാമികളെക്കാളൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അവൻ സീദോന്യ രാജാവിന്റെ മകളായ ഇസബലിനെ വിവാഹം കഴിച്ചു. ഇസബൽ രാജ്ഞി ഇസ്രയേലിലേക്ക് തങ്ങളുടെ അന്യദേവന്മാരായ ബാൽ, അശേര പ്രതിഷ്ഠകൾ എന്നിവ കൊണ്ടുവരികയും യഹോവയുടെ പ്രവാചകന്മാരെ കൊന്നൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു. ജനതയെ മുഴുവൻ അവർ വിഗ്രഹാരാധനയിലേക്ക് നയിച്ചു. ഈ ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ് ദൈവത്തിന്റെ കനലായി ഏലിയ കടന്നു വരുന്നത്. ഭയമെന്തെന്നറിയാത്ത ഏലിയ ഒരു ദിവസം പെട്ടെന്ന് ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് നടന്നു ചെന്നു. വരാനിരിക്കുന്ന വലിയൊരു ദൈവകോപത്തിന്റെ വിധി അദ്ദേഹം രാജാവിന്റെ മുഖത്ത് നോക്കി പ്രഖ്യാപിച്ചു. ഞാൻ സേവിക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവയാണേ, എന്റെ വാക്കല്ലാതെ വരും വർഷങ്ങളിൽ ഈ ദേശത്ത് മഞ്ഞോ മഴയോ പെയ്യുകയില്ല. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അക്കാലത്തെ ഏറ്റവും ശക്തനായ രാജാവിനെ വെല്ലുവിളിക്കുകയായിരുന്നു. രാജാവിന്റെയും രാജ്ഞിയുടെയും കോപത്തിൽ നിന്നും രക്ഷപ്പെടാൻ ദൈവകൽപ്പന പ്രകാരം ഏലിയ ജോർദാന് കീഴെയുള്ള കെരീത്ത് തോടിനരികെ ഒളിവിലിരുന്നു. അവിടെ പ്രകൃതി പോലും പ്രവാചകന് വഴങ്ങി. മനുഷ്യരെ ഭയന്ന് ഒളിച്ചോടുന്ന കാക്കകളെ ദൈവം തന്റെ ദാസനെ പരിപാലിക്കാൻ നിയോഗിച്ചു. രാവിലെയും വൈകുന്നേരവും കാക്കകൾ അവന് അപ്പവും ഇറച്ചിയും എത്തിച്ചു കൊടുത്തു. അവൻ തോട്ടിലെ വെള്ളം കുടിച്ചു ജീവിച്ചു. എന്നാൽ കഠിനമായ വരൾച്ച കാരണം നാളുകൾ കഴിഞ്ഞപ്പോൾ ആ തോടും വറ്റിപ്പോയി. ഭൂമി മുഴുവൻ വരണ്ടുണങ്ങി. ജനങ്ങൾ പട്ടിണിയിലായി. തോട് വറ്റിയപ്പോൾ ദൈവത്തിന്റെ ശബ്ദം വീണ്ടും ഏലിയാവിനെ തേടിയെത്തി. ദൈവം അവനോട് സീദോനിലെ സറൈപ്ത എന്ന ഗ്രാമത്തിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അവിടെ ഒരു വിധവ അവനെ പരിപാലിക്കും എന്നായിരുന്നു ദൈവകൽപ്പന. ഏലിയ അവിടെ എത്തിയപ്പോൾ വിറക് പെറുക്കുന്ന ഒരു ദരിദ്ര വിധവയെ കണ്ടുമുട്ടി. കുടിക്കാൻ അല്പം വെള്ളവും ഒരു കഷ്ണം അപ്പവും അവൻ അവളോട് ചോദിച്ചു. കണ്ണീരോടെ അവൾ പറഞ്ഞു, എന്റെ കയ്യിൽ അപ്പമൊന്നുമില്ല. കലത്തിൽ ഒരു പിടി മാവും ഭരണിക്കരികിൽ അല്പം എണ്ണയും മാത്രമേ ഉള്ളൂ. ഞാനിതാ 2 വിറകു പെറുക്കുന്നു. ഇത് കൊണ്ട് ചെന്ന് എനിക്ക് മകനും വേണ്ടി ഉണ്ടാക്കി കഴിച്ച് മരിക്കാനിരിക്കുകയാണ്. എന്നാൽ പ്രവാചകൻ അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്കൊരു ചെറിയ അടയുണ്ടാക്കി കൊണ്ടുവരിക. യഹോവ ദേശത്ത് മഴ പെയ്യുന്നത് വരെ നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിക്കുള്ളിലെ എണ്ണ കുറഞ്ഞു പോവുകയുമില്ല. വിശ്വാസത്തോടെ അവൾ അത് ചെയ്തു. വരൾച്ചയുടെ കഠിനമായ നാളുകളിൽ ആ വീട്ടിൽ ഭക്ഷണത്തിന് മുട്ടുണ്ടായില്ല. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ വിധവയുടെ മകൻ രോഗം ബാധിച്ചു മരിച്ചു. അവൾ ഏലിയയോട് സങ്കടം പറഞ്ഞു. ഏലിയ ആ കുട്ടിയെടുത്ത് താൻ താമസിക്കുന്ന മേൽമുറിയിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കമഴ്ന്നു വീണ് ദൈവത്തോട് നിലവിളിച്ചു. എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ. യഹോവ ഏലിയയുടെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ ജീവൻ തിരികെ വന്നു. മരിച്ച ഒരുവനെ ജീവിപ്പിക്കുന്ന ആദ്യത്തെ അത്ഭുതത്തിന് ചരിത്രം അവിടെ സാക്ഷ്യം വഹിച്ചു. 3 വർഷവും 6 മാസവും കഴിഞ്ഞപ്പോൾ യഹോവ ഏലിയയോട് ആഹാബിന്റെ മുൻപിൽ ചെന്ന് നിൽക്കാൻ പറഞ്ഞു. ദൈവം ദേശത്ത് മഴ പെയ്യിക്കാൻ പോകുകയായിരുന്നു. ഏലിയ ആഹാബ് രാജാവിനെ കണ്ട് സത്യദൈവം ആരാണെന്ന് ജനങ്ങൾക്ക് മുൻപിൽ തെളിയിക്കാൻ കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് ഒരു വലിയ പരീക്ഷണം പ്രഖ്യാപിച്ചു. ഇസ്രയേൽ ജനത്തെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും അശേരയുടെ 400 പ്രവാചകന്മാരെയും അവിടേക്ക് വിളിച്ചു വരുത്തി. ഏലിയ ജനക്കൂട്ടത്തോട് വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എത്രത്തോളം 2 കൊമ്പുകളിന്മേൽ കുന്തിച്ചു നടക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ പിന്തുടരുവിൻ, ബാൽ ദൈവമെങ്കിൽ അവനെ പിന്തുടരുവിൻ. എന്നാൽ ജനങ്ങൾ മറുപടിയൊന്നും പറഞ്ഞില്ല. പരീക്ഷണം ഇതായിരുന്നു: 2 കാളകളെ ഒരുക്കുക, വിറകിന്മേൽ വെക്കുക, എന്നാൽ തീ കത്തിക്കരുത്. ബാലിന്റെ പ്രവാചകന്മാർ അവരുടെ ദൈവത്തെ വിളിക്കട്ടെ, ഏലിയ യഹോവയെയും വിളിക്കും. തീ ഇറക്കി ഉത്തരം നൽകുന്നവനാകും സത്യദൈവം.
ബാലിന്റെ പ്രവാചകന്മാർ രാവിലെ മുതൽ ഉച്ചവരെ തങ്ങളുടെ ദേവനെ വിളിച്ച് നിലവിളിച്ചു. യാഗപീഠത്തിന് ചുറ്റും തുള്ളിക്കളിച്ചു. ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ചു. ഉച്ചത്തിൽ വിളിപ്പിൻ, അവൻ ദൈവമല്ലേ, അവൻ ധ്യാനത്തിലായിരിക്കും, അല്ലെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുകയായിരിക്കും. അഥവാ ഉറങ്ങുകയാണെങ്കിൽ ഉണരട്ടെ. അവർ ഭ്രാന്ത് പിടിച്ച് സ്വന്തം ശരീരം കത്തികൊണ്ട് മുറിവേൽപ്പിച്ച് ചോര ഒഴുക്കി. വൈകുന്നേരമായിട്ടും ഒരു ശബ്ദമോ മറുപടിയോ ഉണ്ടായില്ല. വൈകുന്നേരത്തെ യാഗസമയമായപ്പോൾ ഏലിയ ജനങ്ങളെ അരികിലേക്ക് വിളിച്ചു. അവൻ തകർന്നുപോയ യഹോവയുടെ യാഗപീഠം ഇസ്രയേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം 12 കല്ലുകൾ കൊണ്ട് വീണ്ടും പണിതു. യാഗപീഠത്തിന് ചുറ്റും വലിയൊരു തോട് വെട്ടി. യാഗവസ്തുവിന്മേലും വിറകിന്മേലും 4 കുടം വെള്ളം വീതം 3 പ്രാവശ്യം ആകെ 12 കുടം വെള്ളം ഒഴിച്ചു. തോട് മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു. തുടർന്ന് ഏലിയ ശാന്തനായി പ്രാർത്ഥിച്ചു. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രയേലിന്റെയും ദൈവമായ യഹോവേ, നീയേ ഇസ്രയേലിന്റെ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും നിന്റെ വചനപ്രകാരം ചെയ്തു എന്നും ഈ ജനത്തിന് മനസ്സിലാക്കി കൊടുക്കണമേ. ക്ഷണനേരം കൊണ്ട് ആകാശത്തിൽ നിന്നും യഹോവയുടെ അഗ്നി ഇറങ്ങി. അത് യാഗവസ്തുവിന്മേലും വിറകിനെയും കല്ലുകളെയും മണ്ണും നക്കിക്കളഞ്ഞു. കുഴിയിലെ വെള്ളം വറ്റിത്തുളച്ചു. ജനങ്ങൾ ഭയത്തോടെ മുഖം കുത്തി വീണു നിലവിളിച്ചു, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം. ഏലിയ ബാലിന്റെ പ്രവാചകന്മാരെ കേഷാർ തോടിനരികെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. തൊട്ടു പിന്നാലെ ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഇരുണ്ടുകൂടുകയും 3 വർഷത്തിന് ശേഷം ദേശത്ത് കനത്ത മഴ പെയ്യുകയും ചെയ്തു. കർമ്മേലിലെ വലിയ വിജയത്തിന് ശേഷവും ഏലിയയുടെ ജീവിതം സുരക്ഷിതമായിരുന്നില്ല. ബാലിന്റെ പ്രവാചകന്മാരെ കൊന്ന വിവരമറിഞ്ഞ് ഇസബൽ രാജ്ഞി കോപാകുലയായി. നാളെ ഈ സമയത്തിനുള്ളിൽ ഏലിയെ കൊല്ലുമെന്ന് അവൾ ശപഥം ചെയ്തു. ഭയന്നുപോയ പ്രവാചകൻ ജീവരക്ഷാർത്ഥം ബെർഷബേൽ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ഒരു ചൂളച്ചെടിയുടെ തണലിരുന്ന് അവൻ മരിക്കാൻ ആഗ്രഹിച്ചു. യഹോവേ, ഇനി മതി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്നവൻ അപേക്ഷിച്ചു. അവൻ ഉറങ്ങിയപ്പോൾ ദൈവത്തിന്റെ ദൂതൻ വന്ന് അവനെ തട്ടിയുണർത്തി. ചുട്ടുപഴുത്ത കല്ലിന്മേൽ ചുട്ട അടയും 1 പാത്രം വെള്ളവും നൽകി. ആ ഭക്ഷണത്തിന്റെ ബലത്തിൽ അവൻ 40 പകലും 40 രാവും നടന്ന് ദൈവത്തിന്റെ പർവ്വതമായ ഹൊറോബിലെത്തി. ഒരു ഗുഹയിൽ പാർത്തു. അവിടെ വെച്ച് ദൈവം അവനോട് ചോദിച്ചു, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഏലിയ തന്റെ സങ്കടങ്ങൾ ദൈവത്തോട് പറഞ്ഞു. അപ്പോൾ ദൈവം അവനോട് പർവ്വതത്തിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു. അവിടെ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. പർവ്വതങ്ങൾ പിളർന്നു. എന്നാൽ ദൈവം കൊടുങ്കാറ്റിലില്ലായിരുന്നു. അതിനുശേഷം ഭൂമി കുലുക്കമുണ്ടായി. ദൈവം അതിലുമില്ലായിരുന്നു. അതിനുശേഷം വലിയൊരു തീയുണ്ടായി. ദൈവം തീയിലുമില്ലായിരുന്നു. തീയ്ക്ക് ശേഷം ശാന്തമായ ഒരു മന്ദമാരുതനുണ്ടായി. ഏലിയ തന്റെ മുഖം മേലങ്കി കൊണ്ട് മൂടി. ഗൃഹദ്വാരത്തിൽ നിന്നും ആ നിശബ്ദതയിൽ ദൈവം അവനോട് സംസാരിച്ചു. അവനെ ആശ്വസിപ്പിച്ചു. ഇസ്രയേലിൽ ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ താൻ ശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് ദൈവം അവന് വെളിപ്പെടുത്തി. ഏലിയയുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന സംഭവം നാബോത്ത് എന്ന മനുഷ്യന്റെ മുന്തിരിത്തോട്ടവുമായി ബന്ധപ്പെട്ടതാണ്. ആഹാബ് രാജാവിന് കൊട്ടാരത്തിനടുത്തുള്ള നാബോത്തിന്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ പൂർവിക സ്വത്തായതുകൊണ്ട് നാബോത്ത് അത് കൊടുക്കാൻ വിസമ്മതിച്ചു. ഇതറിഞ്ഞ ഇസബൽ രാജ്ഞി കള്ളസാക്ഷികളെ ഉണ്ടാക്കി നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്ന് ആ തോട്ടം ആഹാബിന് സ്വന്തമാക്കി കൊടുത്തു. തോട്ടം കൈക്കലാക്കാൻ ആഹാബ് ചെന്നപ്പോൾ ദൈവകൽപ്പനയോടെ ഏലി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവൻ ആഹാബിനോട് പറഞ്ഞു, നീ കൊലപാതകവും നടത്തി അവകാശവും കൈക്കലാക്കിയോ? നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥലത്ത് തന്നെ നായ്ക്കൾ നിന്റെ രക്തവും നക്കും. ഇസബൽ രാജ്ഞിയും ദാരുണമായി കൊല്ലപ്പെടുമെന്ന് ഏലിയ പ്രവചിച്ചു. ഈ ഭയങ്കരമായ പ്രവചനം കേട്ട് അഹാബ് രാജാവ് വസ്ത്രം കീറി ചാക്കുടത്ത് ഉപവസിച്ച് ദൈവത്തിനു മുൻപിൽ താഴ്മയുള്ളവനായി തീർന്നു. പിൽക്കാലത്ത് ഏലിയ പറഞ്ഞതുപോലെ തന്നെ ആഹാബും ഇസബല്ലയും ദാരുണമായി കൊല്ലപ്പെടുകയുണ്ടായി. തന്റെ പിൻഗാമിയായി എലീശയെ അഭിഷേകം ചെയ്ത ശേഷം ഏലിയയുടെ ഭൂമിയിലെ ദൗത്യം അവസാനിക്കുകയായിരുന്നു. മരിക്കാതെ ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട അപൂർവം വ്യക്തികളിൽ ഒരാളാണ് ഏലിയ പ്രവാചകൻ. അവസാന നാളിൽ ഏലിയയും എലീശയും ഗിൽഗാലിൽ നിന്നും എരീഹോവിലേക്കും അവിടെ നിന്നും ജോർദാൻ നദിക്കരയിലേക്കും നടന്നു. ജോർദാൻ നദിക്കരയിൽ എത്തിയപ്പോൾ ഏലിയ തന്റെ മേലങ്കി ചുരുട്ടി വെള്ളത്തിന്മേൽ അടിച്ചു. ഉടനെ വെള്ളം ഇരുവശത്തേക്കും മാറി. അവർ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ നടന്നു. അക്കരെ എത്തിയപ്പോൾ ഏലിയ എലീശയോട് ചോദിച്ചു, ഞാൻ
നിങ്കിൽ നിന്നും എടുക്കപ്പെടും മുൻപ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എലീശ പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്നിതാ ഒരു അഗ്നിത്തേരും അഗ്നിതുരങ്കങ്ങളും അവർക്കിടയിൽ വന്ന് അവരെ വേർപെടുത്തി. എലീശ നോക്കി നിൽക്കെ ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. എലീശ ഉറക്കെ നിലവിളിച്ചു, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രയേലിന്റെ രഥവും കുതിരച്ചേകവരും ആയുള്ളവനെ. ഏലിയയുടെ ദേഹത്ത് നിന്നും വീണ മേലങ്കി എലീശ കൈക്കലാക്കി. ആ ആത്മീയ ശക്തിയോടെ അവൻ പ്രവാചക ദൗത്യം തുടർന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം യേശുക്രിസ്തു രൂപാന്തര പർവ്വതത്തിൽ വെച്ച് മോശയോടും ഏലിയയോടും കൂടെ സംസാരിക്കുന്നതായി പുതിയ നിയമത്തിലും നാം കാണുന്നുണ്ട്. ഏലിയ പ്രവാചകന്റെ ജീവിതം ഒരു വലിയ സന്ദേശമാണ്. എത്ര വലിയ പ്രതിസന്ധികളിലും അധർമ്മങ്ങൾക്കിടയിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ മനുഷ്യൻ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഏലിയയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ആ അഗ്നിപ്രവാചകന്റെ ഓർമ്മകൾ ഇന്നും മനുഷ്യ ഹൃദയങ്ങളിൽ വിശ്വാസത്തിന്റെ കനലായി ജ്വലിച്ചു നിൽക്കുന്നു.